Web programming using PHP. PHP lab programs are we discuss ചെയ്യുന്നത്. Create a table student with a field roll number, name, mark, grade. Insert some records in the table. Database data insert ചെയ്യണം. Table data insert ചെയ്യണം. അപ്പോൾ some records എന്ന് പറഞ്ഞാൽ ഒരു 4 record എങ്കിലും multiple data access ചെയ്യണമെങ്കിലും അപ്പോൾ നമുക്ക് 4 record നമുക്ക് എന്ത് ചെയ്യാം accept ചെയ്യാം. Next വരണം നോക്കി write PHP program. ഇവിടെ നിന്നാണ് കോഡ് കൊടുക്കുന്നത്. ഇത് ഓൾറെഡി നമുക്ക് പറഞ്ഞ എന്താ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് PHPയുടെ ഇന്റർഫേസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം വർക്ക് ചെയ്യാം. WAPP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇന്റർഫേസ് ഉപയോഗിച്ചിട്ട് ഈ രണ്ട് കാണും ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഇൻസേർട്ട് ചെയ്യാനും ഉപയോഗിക്കാം. പ്രോഗ്രാം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് എ PHP program to display the mark list of a student by accepting register number. രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരണം. മാർക്ക് ലിസ്റ്റ് എന്തൊക്കെ ഉണ്ടായിരിക്കും? റോൾ നമ്പർ വേണം, നെയിം വേണം, മാർക്ക് വേണം, ഗ്രേഡും വേണം. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ആക്സെപ്റ്റിംഗ് രജിസ്റ്റർ നമ്പർ ദെൻ ഡിസ്പ്ലേ. കുറച്ച് മുമ്പ് ലോഗിൻ നമ്മൾ ചെയ്തല്ലോ. ഈ ലോഗിൻ ചെയ്ത വിൻഡോയിൽ രണ്ട് ഡീറ്റെയിൽസ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാ? യൂസർ നെയിം പാസ്വേഡും. അത് മാച്ച് ആണോ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, എന്നിട്ടാണ് അത് പ്രിന്റ് ചെയ്ത് വരുന്നത്. അതേ കൺസെപ്റ്റ് ഇവിടെ എന്താണ് മാച്ച് ആണെന്ന് നോക്കുന്നത്? രജിസ്റ്റർ നമ്പർ മാച്ച് ആണോ, ഒരു വാല്യൂ ചെക്ക് ചെയ്യുള്ളൂ. ഇത് ഡാറ്റാബേസ് പോയി ചെക്ക് ചെയ്യും ഈ ഒരു രജിസ്റ്റർ നമ്പർ ഓക്കെ ആണോ, അത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡാറ്റാബേസിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എങ്കിൽ എന്ത് ചെയ്യും അതേപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. നേരത്തെ ചെയ്ത് സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ക്വറീസ് ചേഞ്ച് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റുഡന്റ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ ഇൻസെർട്ട് ഡാറ്റയൊക്കെ ഇൻസെർട്ട് ചെയ്യും വേണം. ഇത് എങ്ങനെ ചെയ്യും? ഇന്റർഫേസ് വഴി ചെയ്യും. അത് എങ്ങനെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആ രൂപത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യും. ഡിസൈൻ ചെയ്തതിനു ശേഷം ഇതിയുടെ ഇൻസെർട്ട് ചെയ്യും. നോക്കാം, പ്രോഗ്രാം നോക്കാം. മാർക്ക് ലിസ്റ്റ് ഫസ്റ്റ് അതിന്റെ ഇന്റർഫേസ് കാണിക്കാം. അപ്പൊ ഒരു ഐഡിയ കിട്ടും. ലോക്കൽ ഹോസ്റ്റ് അല്ലെ, മാർക്ക് ലിസ്റ്റ് ഇതാണ് ഇന്റർഫേസ്. സ്റ്റുഡന്റിന്റെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. ആ രജിസ്റ്റർ നമ്പർ ഡാറ്റാബേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഉണ്ടെങ്കിൽ ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഓക്കെ ആയിട്ട് പ്രിന്റ് ചെയ്ത് വരും. ഇല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് വരില്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഡാറ്റാബേസിൽ ചെയ്തിട്ടുണ്ടാക്കണം. നോക്കാം. സോ ഡിസൈൻ ചെയ്യാൻ എന്താ ആവശ്യമുള്ളത്? ഒറ്റ മെത്തേഡ്. മാർക്ക് ലിസ്റ്റ് എന്ന ഹെഡിങ് കൊടുത്തു, രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുന്ന ഒരു ഭാഗം, അതിന്റെ ടെക്സ്റ്റ് ബോക്സ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. ശേഷം വരുന്ന കണ്ടന്റ് ആണ് PHPയുടെ കോഡ്. ഞാൻ വളരെ സിമ്പിൾ കോഡ് എഴുതിയില്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ പോസ്റ്റ് ഉപയോഗിച്ച് ഡാറ്റ റെഡി ചെയ്യാം. എന്റെ ഹോം പേജിൽ എന്താ റെഡി ചെയ്തിട്ടുണ്ട്? രജിസ്റ്റർ നമ്പർ. രജിസ്റ്റർ നമ്പർ റെഡി ചെയ്ത് കഴിഞ്ഞാൽ RG എന്ന് പറഞ്ഞ ഒരു വേരിയബിൾക്കാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. RG കണക്ഷൻ PG കണക്ട് ലോക്കൽ ഹോസ്റ്റ് DB നെയിം യൂസർ പാസ്വേഡ്. കണക്ഷൻ കിട്ടിയാൽ സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു ദ ഡാറ്റാബേസ് എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യും. കണക്ഷൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ. ദെൻ ക്വറി വയ്ക്കാം. നമുക്ക് പ്രിന്റ് ചെയ്യണ്ടേ? പ്രിന്റ് ചെയ്യാനുള്ള ക്വറി ഏതാണ്? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡ് എന്ന ടേബിളാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഡാറ്റാബേസിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഡാറ്റാബേസിനകത്ത് ഒരു ടേബിൾ വേണം. ആ ടേബിളിൽ കുറച്ച് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. നമുക്കത് ആദ്യം അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡാറ്റാബേസിൽ ഏതായിരുന്നു? പബ്ലിക് എന്ന ഡാറ്റാബേസിൽ കോളേജിന്റെ ഡാറ്റാബേസിൽ പബ്ലിക്കിലെ വാല്യൂസ് ആണ്. പബ്ലിക് ഡാറ്റ ഏതൊക്കെയാ? സ്റ്റുഡ്. ഓക്കെ, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ഡാറ്റാബേസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും അതിലേക്ക് ഡാറ്റ ഇൻസെർട്ട് ചെയ്യാനും അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഡാറ്റ ഇൻസെർട്ട് ചെയ്യുക. അതൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കാം. ഡാറ്റയിലുള്ളത് നോക്കാം, ഏതൊക്കെ ഡാറ്റ ഉള്ളത്. സ്റ്റുഡ് എന്ന ടേബിളിൽ ഞാൻ ഡാറ്റയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഒരു 6 റോസ് ഉണ്ട് അല്ലേ? ഓക്കെ, അർജുൻ 68 C ഗ്രേഡ്, അതുപോലെ 102 വീണ, 105, 109, 124, 118 നെയിംസ് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ മാർക്കും ഉണ്ട്, ഗ്രേഡും ഉണ്ട്. 6 റോസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു 4 റോസ് മിനിമം ഒരു 4 റോസ് നിങ്ങൾ ചെയ്യണം ആദ്യം. അപ്പോൾ ഡിസൈൻ ചെയ്ത് വെക്കുക. യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ കോഡ് എഴുതാൻ പറഞ്ഞത് PHPയുടെ കോഡാണ് എഴുതാൻ പറഞ്ഞത്. അപ്പൊ PHPയുടെ കോഡ് മാത്രം മതിയിട്ട് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ലാബ് എക്സാം നമ്മൾ ചെയ്യുമ്പോൾ സമയത്ത് ഇത് നിങ്ങൾ ആദ്യം ഡിസൈൻ ചെയ്യണം, എങ്കിലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇവിടെ നിന്നാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേ ചെയ്യാനും ഈ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചിട്ട് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യണം. അതിനുള്ള കോഡ് ഏതാണ് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് എവിടെയാ? ഡിസൈൻ പർപ്പസിലാണ് ചെയ്യേണ്ടത്. അത് എക്സാം നിങ്ങൾ തിയറി പേപ്പർ ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. എന്താണ് WAPP ഉപയോഗിച്ചിട്ട് ഇന്റർഫേസ് ഉപയോഗിച്ചിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് വാല്യൂസ് ഇൻസെർട്ട് ചെയ്യാം. എന്നിട്ട് ആ ടേബിൾ അവിടെ വരച്ച് വെക്കുക. ഒരു 4 വാല്യൂസ് എന്ത് ചെയ്യണം? എൻ്റർ ചെയ്ത വാല്യൂ അവിടെ ചുമ്മാ വരച്ച് വെക്കുക, ഡിസ്പ്ലേ ചെയ്ത് വരച്ച് വെക്കുക. അതിനുശേഷം PHPയുടെ കോഡ് എഴുതാം. നോക്കാം. സോ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ റോൾ നമ്പർ ഇസ് ഈക്വൽ ടു ഉണ്ടോ? റോൾ നമ്പർ ഡാറ്റാബേസിലെ ടേബിളിലെ കോളമിന്റെ നെയിമാണ് റോൾ നമ്പർ. ഡാറ്റാബേസിലെ ടേബിളിന്റെ കോളം നമ്പർ കണ്ടോ? റോൾ നമ്പർ. ഇത് സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വരില്ല കേട്ടോ. റോൾ നമ്പർ ഇസ് ഈക്വൽ ടു REG. ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത ഡാറ്റ REG സ്റ്റോർ ചെയ്തു. ആ REG ഉപയോഗിച്ചിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കും. ഡാറ്റാബേസിൽ റോൾ നമ്പർ ചെക്കിംഗ് ഓക്കെ ആണോ? ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം.
ദെൻ ഈ query എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം? pg_query ആ ഒരു query എന്നുള്ള ഒരു കോഡ് ഉപയോഗിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എവിടെ സ്റ്റോർ ചെയ്യും? റിസൾട്ട് സ്റ്റോർ ചെയ്യും. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ ഡാറ്റ റീഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. സിംഗിൾ റോ ആണ് ഉണ്ടായിരിക്കുക, സിംഗിൾ ടുപ്പിൾ ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ 1 ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുക. 1 അല്ലെങ്കിലോ അങ്ങനെ ഒരു query എക്സിക്യൂട്ട് ചെയ്ത ഡാറ്റ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. 2 ഒരിക്കലും സ്റ്റോർ ചെയ്യില്ല, കാരണം ഒരു രജിസ്റ്റർ നമ്പറിൽ ഒരു കുട്ടി ഉണ്ടാവുള്ളൂ. കാരണം രജിസ്റ്റർ നമ്പർ റോളിന് ഒരു കുട്ടിയുടെ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ നമ്പർ നമുക്ക് പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്യാം. അപ്പൊ സെയിം രജിസ്റ്റർ നമ്പർ ഒരിക്കലും വരില്ല. അതുകൊണ്ട് ഈ NOS എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്ത് സ്റ്റോർ ചെയ്യുള്ളൂ? 1 എന്നുള്ള ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യൂ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കില്ല, ബ്ലാങ്ക് ആയിരിക്കും. 2, 3 എന്ന് പറഞ്ഞ ഡാറ്റ സ്റ്റോർ ചെയ്യില്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഒരേ ഒരു ഡാറ്റ ഉണ്ടായിരിക്കുള്ളൂ. ആ ഡാറ്റ ഉണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യണം. ഇതാണ് പ്രിന്റ് ചെയ്യാനുള്ള കോഡ്. നമുക്കറിയാമല്ലേ, പ്രിന്റ് ചെയ്യാൻ എത്ര മെത്തേഡ് ഉണ്ട്? 5 മെത്തേഡ്സ് ഉണ്ട്. ഫെച്ച് റോ, ഫെച്ച് അറേ, ഫെച്ച് ഓൾ, ഫെച്ച് ഒബ്ജക്ട്, ഫെച്ച് അസോസിയേറ്റ് അല്ലെ? 5 വളരെ ഇമ്പോർട്ടന്റ് ആയതാണ്. ഡാറ്റാബേസിന് ഡാറ്റ ഫെച്ച് ചെയ്യാനുള്ള, റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. pg fetch റോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് റോ പഠിക്കാം, അതാണ് റോ യൂസ് ചെയ്യാൻ കാരണം. എല്ലാതും ഞാൻ റോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ pg_fetch റോ ഉപയോഗിച്ച് ഡാറ്റ റീഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് റീഡ് ചെയ്യാനുള്ള മെത്തേഡാണ് റോൾ നമ്പർ ഫസ്റ്റ് റോ, അതായത് ഓരോ സെല്ലല്ലേ, ഫസ്റ്റ് റോൾ നമ്പർ പ്രിന്റ് ചെയ്യും. സെക്കൻഡ് സെല്ല് എന്തായിരിക്കുക? സെക്കൻഡ് റോ ബേസിൽ എന്താ സെക്കൻഡ് വാല്യൂ 1 ഉണ്ടായിരിക്കുക, അത് പ്രിന്റ് ചെയ്യും, നെയിം ആണ്. തേർഡ് വാല്യൂ എന്തായിരിക്കും? കണ്ടന്റ് ആയിരിക്കും. അപ്പൊ ഈ ടേബിൾ നോക്കിയേ, ഇതൊരു അറേ ആക്കി ട്രീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇതൊരു അറേ, ഇതൊരു റോ ആണ്. ഇതാണ് ഫസ്റ്റ് സെല്ലിലെ എലമെന്റ്. ഇത് പ്രിന്റ് ചെയ്ത് എങ്ങനെയാണ്? റോ ബ്രാക്കറ്റിൽ 0, ഇൻഡെക്സ് വെച്ച് റീഡ് ചെയ്യാം. ഇത് 1, ഇവിടെ 2, ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ആയിരിക്കും. സെയിം കണ്ടന്റ് അവിടെ പറഞ്ഞോ, റോൾ നമ്പർ ഈസ് ഈക്വൽ എന്ത് വരും? റോ ഓഫ് 1. ഈ റോ വേരിയബിൾ ആട്ടോ, ഇത് റോ എന്നല്ല, ഇവിടെ കൊടുത്ത വേരിയബിൾ ആണ്. കാരണം നമുക്ക് റോ വൈസിലാണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ റോ വൈസിലാണ് ആക്സസ് ചെയ്യുന്നതാണ് റോ എന്ന് കൊടുക്കാൻ കാരണം. ഇവിടെ റോ 1, 2, 3, അപ്പൊ എല്ലാ വാല്യൂസും ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഇനി രണ്ടാമത്തെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ സെക്കൻഡ് വാല്യൂ വരും. ഓൾറെഡി ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ ഡാറ്റ, അതുകൊണ്ടാണ് ആ രൂപത്തിൽ വന്നത്. നോക്കാം, പ്രിന്റ് ചെയ്ത് നോക്കാം. രജിസ്റ്റർ നമ്പർ 109 ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? 109 നോക്കാം, ഷോ ചെയ്ത് നോക്കാം. സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു ഡാറ്റാബേസ്, റോൾ നമ്പർ 109, നെയിം രാജു, അഞ്ജു, മാർക്ക് 65, ഗ്രേഡ്. അങ്ങനെ ഒരു ഡാറ്റ ഉണ്ടായിരിക്കും. 109 ആണോ? അഞ്ജു 55C. 110 ഇല്ലല്ലോ, 110 ഇല്ല. നമുക്ക് 110 കൊടുത്തു നോക്കാം. 110 സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു ഡാറ്റാബേസ്. അത് മാത്രമേ പ്രിന്റ് ചെയ്തുള്ളൂ, കാരണം കണക്ഷൻ കിട്ടി. കണക്ഷൻ നോക്കിയാൽ ഡാറ്റാബേസ് നെയിം കോളേജ് ആണ്, അതുപോലെ യൂസർ നെയിം പാസ്വേഡും കറക്റ്റ് ആണ്. പക്ഷെ അങ്ങനെ ഡാറ്റ ഇല്ല, കാരണം ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? നോസ് എന്ന് പറയുന്നത് നമ്പേഴ്സ് 0 ആണ്. അപ്പൊ ഒന്നും പ്രിന്റ് ചെയ്യില്ല. ഇത് ഇവിടെ 1 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ഡാറ്റ പ്രിന്റ് ചെയ്യുള്ളൂ. അതാണ് ഡാറ്റ പ്രിന്റ് ചെയ്ത് വരുള്ളൂ, അങ്ങനെ ഡാറ്റ ഉണ്ടെങ്കിൽ. കാരണം നോക്കി, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ റോൾ നമ്പർ ഇസ് ഈക്വൽ ടു RAG. ഈ RAG മാച്ച് ചെയ്യുന്നില്ല നമ്മൾ കൊടുത്ത വാല്യൂ, അതുകൊണ്ടാണ് പ്രിന്റ് ചെയ്ത് വരാത്തത്. അതുപോലെ ഇവിടെ 124 40D അത് വരാണ്. 124 ഷോ. ഓക്കെ, റോൾ നമ്പർ 124, നെയിം തോമസ്. ഇതാണ്, ഇത് ടേബിൾ ആയിട്ട് വരുന്നില്ല. നമ്മൾ മുമ്പത്തെ എക്സാമ്പിൾ ഒക്കെ ടേബിൾ ആക്കി സെറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ. ഇപ്പൊ ടേബിൾ ആ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്ത് വരും? കാണാൻ കുറച്ച് വ്യക്തത ഉണ്ടാവും ടേബിൾ രൂപത്തിൽ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ. ടേബിൾ വേണ്ടവർക്ക് ടേബിൾ കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്താണ് ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ടേബിൾ പ്രിന്റ് ചെയ്യുന്ന ഭാഗത്ത് ടേബിൾ വരേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ആ കോഡ് മാറ്റി പ്രിന്റ് ചെയ്യണ കോഡ് മാത്രം കൊടുത്തു. അതായത് വൈൽ ലൂപ്പിലാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്, വൈൽ ലൂപ്പിന്റെ കൺസെപ്റ്റ്. അതിന്റെ മുകളിലായിട്ട് ഇത്ര ചേഞ്ച് ഉള്ളൂ, എക്കോയിൽ ടേബിൾ ബോർഡർ ഈക്വൽ ടു 1. അറിയാലോ HTML കോഡ് PHP എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? എക്കോ വേണം. എക്കോ കൊടുത്ത് ഡബിൾ കോഡ്സിൽ മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടേബിൾ ഇവിടെ എൻ്റർ ചെയ്ത് വെച്ചു. ഇനി ഫസ്റ്റ് റോ ചെയ്യേണ്ടത് ഇതാണ്. ഫസ്റ്റ് റോ ഏതാ? TR ഓപ്പൺ ചെയ്തു, ആ TR ഇവിടെ ക്ലോസ് ചെയ്തു. അതിൽ ഫസ്റ്റ് റോയിൽ എന്ത് വരുന്നത്? ഫസ്റ്റ് ഹെഡിങ് ആയിരിക്കും, TH ഹെഡിങ് ആണ്. ടേബിൾ റോൾ നമ്പർ, സെക്കൻഡ് കോളം എന്താ വരുന്നത്? നെയിം, തേർഡ് കോളം മാർക്ക്, ഗ്രേഡ്. അപ്പൊ TH കൊടുക്കണം അല്ലെ? ഇതൊക്കെ നോർമൽ HTML കോഡ്, അതുകൊണ്ട് അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് അതുപോലെ പ്രിന്റ് ചെയ്യണം. ആ പ്രിന്റ് ചെയ്യുന്ന ഭാഗത്ത് എന്ത് ചെയ്തു? ഫസ്റ്റ് റോ പ്രിന്റ് ചെയ്യണം അല്ലെ? കോളം, ഫസ്റ്റ് കോളമിന്റെ റോ 0. ഇത് നേരത്തെ സെയിം കോഡാണ്, പക്ഷെ എന്ത് വേണം? ഇതിന്റെ മുമ്പായിട്ട് ഒരു റോ സ്റ്റാർട്ട് ചെയ്യണം. ആ റോയില് ഇത് TD ആണ്, ഡാറ്റയാണ്, അത് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ഡാറ്റ ഓപ്പൺ ചെയ്തു, റോ 1 അത് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഡാറ്റ ഓപ്പൺ ചെയ്തു, റോ 2, റോ 3. ഈ ഒരു ചേഞ്ച് മാത്രമല്ല. നമുക്ക് ടേബിളിന്റെ കൺസെപ്റ്റ് അറിയണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് നോക്കാം വരുന്നുണ്ടോ നോക്കാം. റോൾ നമ്പർ എത്രയാണ്? 124 ഉണ്ട് അല്ലേ? നോക്കാം. 124 ഷോ. ഓക്കെ അല്ലേ? സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു ഡാറ്റാബേസ്, റോൾ നമ്പർ, നെയിം, മാർക്ക്, ഗ്രേഡ്. ഒരു ടേബിൾ രൂപത്തിൽ വന്നു. കാരണം ഒരു ഡാറ്റ ഉണ്ടാവുള്ളൂ, കാരണം സിംഗിൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഡാറ്റ മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 105 ഉണ്ടായിരുന്നു, ഡൗട്ട് ഉണ്ട്. 105 റാണി 92 A ഗ്രേഡ്. ക്ലിയർ അല്ലേ?